ഏതോ ഈ കുരുവി എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ നിന്നെ കണ്ടുപിടിച്ചത് കണ്ടോ? ഐ ലവ് യു ഡാ. ഐ ലവ് യു സോ മച്ച്. റിയലി. ദ്രോഹി. എവിടെ അവള്? ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നില്ലേ അവള്? അവളോ? നേരത്തെ രാത്രി ഏയ് എന്താടി പാട്ട് പാടുന്നേ? കളിയാക്കുവാണോ? ഇല്ലപ്പാ, നിങ്ങളുടെ ആളെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ബാത്റൂമിൽ കുളിക്കാൻ പോയി. എടാ സൂക്ഷിച്ചു പോടാ, തട്ടി വീഴല്ലേ. നീ മുത്തമൊன்று കൊടുത്താൽ മുത്തമിഴ്. ഗുഡ് മോർണിംഗ് ചേട്ടത്തി. എനിക്കൊരു കോഫി കിട്ടുമോ? ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നേ? ഇത് നിങ്ങളുടെ വീട്. നിങ്ങക്ക് കോഫി കുടിക്കാം, ഹോർലിക്സ് കുടിക്കാം, ബോൺവിറ്റ കുടിക്കാം. എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. പാവം, ശരിക്കും വട്ടുപിടിച്ച കുടുംബം ഇത്. മോളെ കാപ്പി. ഇതെന്താ ഗ്ലാസ്സിൽ തന്നത്? ഐ വാണ്ട് കപ്പ് ആൻഡ് സോസർ. അതോനെ ചുമ്മാ കുടിക്ക്. ഇതെന്റെ അനിയൻ കാപ്പി കുടിക്കുന്ന ടംബ്ലറാ. അവന്റെ ടംബ്ലറോ? ഇത് എച്ചിലാ. ഇത് എച്ചിൽ. ഇതെവിടെ വെക്കുന്നേ? കാപ്പി കുടിച്ച ഗ്ലാസ് എച്ചിലാണെങ്കിൽ എന്റെ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോ എച്ചിലൊന്നും ഉണ്ടായില്ലേ? ഉമ്മയോ? ഇന്നലെ രാത്രി എന്റെ ബെഡ്റൂമിൽ വന്നു. അതെ വന്നു. എന്റെ ബെഡ്റൂമിൽ എനിക്ക് വരാൻ പാടില്ലേ? ഞാൻ ഉറങ്ങുമ്പോ ഞാൻ അറിയാതെ എന്നെ കിസ് ചെയ്തില്ലേ? നിന്റെ വീട്ടുകാരെ മുഴുവൻ കണ്ടു അത്. അതാണോ പ്രശ്നം? ഉമ്മ വെച്ചത് ഞാനല്ല, നീയാ. അതെ, കുരുവിയെ സ്വപ്നം കണ്ടെന്തോ പൊലമ്പിക്കൊണ്ട് ചുമ്മാതെ പോയ എന്നെ കെട്ടിപ്പിടിച്ച് നച്ചീ നച്ചീ എന്ന് പറഞ്ഞ് ഉമ്മ വെച്ചില്ലേ? ഇങ്ങനെ ഞാൻ തന്നപ്പോ നീ എന്തിനാ വാങ്ങി? ഏയ് നീയാള് ഭയങ്കരയാണല്ലോടി. ആവശ്യമില്ലാതുള്ള കുരുക്കെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം പഴി എണിക്കാ. ഇനി കൂടുതലൊന്നും എനിക്കറിയണ്ട, ഞാൻ പോകുന്നു. പോയിക്കോ പോയിക്കോ, സ്വൈര്യം കിട്ടട്ടെ. വെക്കേ ടീം റിസപ്ഷനിൽ അമ്മൂമ്മ കാണും. ബില്ല് സെറ്റിൽ ചെയ്തിട്ട് പോയിക്കോ പോയിക്കോ. എന്താടി കാറിലിട്ടിരിക്കുന്നേ? ബാബ ബ്ലാക്ക് ഷിപ്പ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നോടാ കളി. പവർ ബോക്സിൽ ഡയമണ്ട് കാണുന്നില്ലടാ. ഡയമണ്ട് അതിലില്ലെന്നോ? ഒരു പക്ഷെ അവളുടെ ബാഗിൽ വീണ് കാണൂ. ഇതാ വരുന്നടാ, കാണൂടാ.
എടുക്കടാ, ഫോൺ എടുക്ക്. ഗോച്ചാടാ. അമ്മേ, എവിടെയാടാ നീ? മലേഷ്യയിൽ ഒരാളെ കാണാൻ പോയിരുന്നില്ലേ? അദ്ദേഹം നിന്നെ തേടി ഇവിടെ വന്നിരിക്കുന്നു. ഗോച്ചയാണെന്ന് പറയാമേ. ഗോച്ചാന്ന് അദ്ദേഹത്തിന്റെ പേര്. പണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാമേ. നിന്റെ അച്ഛന് കൊടുക്കാനുള്ള പണമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നേ. പേര് ദർശന. എല്ലാം പെൺകുട്ടികളാണല്ലോ ഇവിടെ. നീയൊന്ന് വേഗം വാ മോനെ. പതുക്കെ വന്നാ മതി എന്ന് പറ. ഒട്ടും ധൃതിയില്ല എനിക്ക്. നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? അതിനെന്താമേ, എന്നാലും കണ്ടുപിടിച്ചല്ലോ. എന്തും പെട്ടെന്ന് ചെയ്യും. വേണുവിന്റെ വിഷയമാവും പ്രത്യേകിച്ച്. ഇന്ന് തീർക്കാമെല്ലാം. ഞാൻ വരുന്നെന്ന് പറയാമേ. ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു. മാസം 1000-ലധികം രോഗികൾ. ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ്. ഇതാണ് മുകേഷിന്റെ കഥ. ഞാൻ മുകേഷ്. ഞാൻ വെറും 1 വർഷമേ ഗുഡ്ക ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ. ചിലപ്പോ എനിക്കിനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല. ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഖൈനി, മുറുക്കാൻ, ഗുഡ്ക, പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ്. ചേട്ടൻ എവിടെയായിരുന്നു? എടാ വേണു, എവിടാ പോയത്? ഒരു വലിയ മനുഷ്യൻ എത്ര നേരം നിന്നെ വന്ന് കാത്തിരുന്നു. കുഞ്ഞ് കരഞ്ഞപ്പോ ഇപ്പോഴാ കുഞ്ഞിനെ കളിപ്പിക്കാൻ വെളിയിലേക്ക് പോയത്. വെളിയിലോ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ട്. വാ, മുകളിലേക്ക് വാ. വാ മോനെ കുരുവി. കുഞ്ഞ് കരഞ്ഞു. തോക്കെടുത്ത് കൊടുത്തപ്പോ ടപ്പേന്ന് കരച്ചിൽ നിർത്തി. അതിനറിയില്ലല്ലോ ഇത് പൊട്ടൂന്ന്. കളിച്ചോണ്ടിരിക്കുക. പക്ഷെ നീ അറിഞ്ഞുകൊണ്ട് കളിച്ചു. എവിടാ ഡയമണ്ട്? താടാ തരാൻ. ശിവദാസന് ജനിച്ച പുലിയല്ലേ നീ? അതുകൊണ്ടാ നിന്നെ കൂട്ടിലിട്ട് ഈ ഗോച്ച ഡീൽ ഉറപ്പിച്ചേ. എടാ, ഞാൻ ഡയമണ്ടിന് വേണ്ടി മാത്രമല്ല നിന്നെ കാണാൻ കൂടി വന്നേ. നിന്റെ അച്ഛൻ നിന്നെ പറ്റി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. ഓടിപ്പോയി നിന്റെ അച്ഛനെ പറ്റി ഞാൻ എന്താ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുക. നിന്റെ അച്ഛനെങ്ങും പോയിട്ടില്ല, എന്റെ അടുത്തുണ്ട് അടിമയായിട്ട്. അവനെ കുറച്ച് കളി പഠിപ്പിക്കടാ.
സൂപ്പർ അല്ലേ? നിന്നെ പോലെ തന്നെടാ നിന്റെ അച്ഛന് കാശ് ചോദിച്ചു വന്ന കൊച്ചിക്ക്. എന്നൊരു കോൺട്രാക്ടർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മുഴുവൻ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് അവനും ജനങ്ങളോടൊപ്പം ജോലി ചെയ്തു. എടാ, ഈ കല്ല് കിംബർലൈറ്റ് അല്ലേ? ഈ കല്ല് കണ്ടാല് ഇതിന്റെ അടി തീർച്ചയായും വൈരം ഉണ്ടാവും. ആ സ്ഥലത്ത് വൈരം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഉള്ളിൽ വൈരം വെച്ചിട്ട് പുറമെ കാവൽ നിൽക്കാൻ ഞാനെന്താ ഭൂതമാ? ഇത് ഖനനം ചെയ്ത് നമ്മൾ എടുക്കുന്നത് തെറ്റാ. ഇത് ഗവൺമെന്റിനുള്ളതാ. നിന്റെ അച്ഛനത് എടുക്കുന്നത് എതിർത്തു. ന്യായമായിട്ട് പണിയെടുത്ത കാശ് മാത്രം ഞങ്ങൾക്ക് മതി. ഞങ്ങളുടെ നാട്ടിൽ പോവാം. പാവാടാ നിന്റെ അച്ഛൻ. എന്നെപ്പറ്റി നന്നായിട്ട് അറിയില്ല. കൊച്ചിയിൽ തന്നെ നിന്റെ അച്ഛനെ കൊന്ന് തള്ളണമെന്ന് വിചാരിച്ചു ഞാൻ. ഏയ്, നിന്റെ അച്ഛനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. ഖനനം ചെയ്ത നീയൊക്കെ ജീവനോടെ തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ വേണ്ട മുതലാളി. നിന്റെ അച്ഛന്റെ കൂടെ വന്ന ജനങ്ങളെ മാത്രം കൊന്നു എന്റെ പാർട്ട്ണർ. ഏതോ ദൈവം വരുന്നത് പോലെ എന്റെ മകൻ വരുന്നു പുലമ്പിക്കൊണ്ടേയിരുന്നു നിന്റെ അച്ഛൻ. പോയി പറയാൻ പോകുമല്ലേ അവൻ വരില്ല, ചത്തുപോയെന്ന്. നീ ഇങ്ങനെ ചാവാൻ പാടില്ല. ഇപ്പൊ എന്റെ പിള്ളേര് ലിഫ്റ്റിന്റെ വയറ് കട്ട് ചെയ്യാൻ പോവാ. അപ്പൊ ലിഫ്റ്റ് ഭൂമി പടർന്ന് താഴേക്ക് പോവാൻ പോവാ. നീ മേലേക്ക് പോവാ. അതോ ശരിക്കും അച്ഛൻ പറഞ്ഞത് പാലിക്കണമെങ്കിൽ വാടാ. ആണാണെങ്കിൽ കൊച്ചിക്ക് വാടാ. ഏയ്, പൊക്കട മുകളിലേക്ക്. മുറിക്കടാ കേബിള്.